നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം കണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ കേരളം ഇന്നലെ വിധിയെഴുതി. അവസാന ചിത്രം പുറത്തു വന്നില്ലെങ്കിലും കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനങ്ങളിലൊന്നാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം 78.24% പോളിംഗ്. ഇത് 80 കവിയും എന്ന വിലയിരുത്തലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പങ്കുവെക്കുന്നത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ ഈ വർധനവിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ കേരളം വ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR പ്രക്രിയയാണ്. വോട്ടർ പട്ടികയിൽ നിന്നുള്ള ഒഴിവാക്കലുകളും പുതിയതായുള്ള കൂട്ടിച്ചേർക്കലുകളും പൂർത്തിയായ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. മരിച്ചവരെയും അയോഗ്യരെയും ഒഴിവാക്കി പുതുക്കിയ പട്ടികയിൽ നിന്നുള്ള വോട്ടെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ ഉയർന്ന പോളിംഗ് സ്വാഭാവികമാണ് എന്നതാണ് വിലയിരുത്തൽ. അതേസമയം SIR മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തവണ വോട്ട് ചെയ്യാതിരുന്നാൽ ഭാവിയിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന ആശങ്കയും ചില വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഈ ആശങ്ക കൂടുതൽ പ്രകടമായിരുന്നു. ഭാവിയിൽ മക്കൾക്ക് ഇത് ഗുണകരമാകുമെന്ന ചിന്തയും പലരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുവാൻ കാരണമായി. ഒപ്പം ഉയർന്ന പോളിംഗ് രാഷ്ട്രീയമായും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് UDF വിലയിരുത്തുമ്പോൾ ഭരണ തുടർച്ചയ്ക്കായി ജനങ്ങൾ വിധിയെഴുതിയെന്നാണ് LDFന്റെ നിലപാട്. ന്യൂനപക്ഷ ധ്രുവീകരണവും സോഷ്യൽ മീഡിയ പ്രചരണവും ഉൾപ്പെടെ പല ഘടകങ്ങളും വോട്ടെടുപ്പിന്റെ ഉത്സാഹം കൂട്ടിയതായും നിരീക്ഷണമുണ്ട്. 2021 76% പോളിംഗ്. എന്നാൽ ഇത്തവണ വോട്ടർമാരുടെ ആകെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും പോളിംഗ് ശതമാനം ഉയർന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ ഉയർന്ന പോളിംഗ് ആരെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പൊതുവെ പോളിംഗ് ഉയർന്നാൽ UDFനും കുറഞ്ഞാൽ LDFനും അനുകൂലമാകും എന്നൊരു വിലയിരുത്തലുണ്ടെങ്കിലും ചരിത്രം അതിനെ എല്ലായ്പ്പോഴും ശരിവെക്കുന്നില്ല. 1987 റെക്കോർഡ് പോളിംഗ് ഉണ്ടായപ്പോഴും 1996 കുറഞ്ഞ പോളിംഗ് ഉണ്ടായപ്പോഴും LDF അധികാരത്തിലെത്തിയിരുന്നു. 1991 ഉയർന്ന പോളിംഗിൽ UDFും അധികാരത്തിലെത്തി. 2016 LDF ജയിച്ചതും ഈ ധാരണകളെ തിരുത്തി എഴുതിക്കൊണ്ടായിരുന്നു. അതിനാൽ ഇത്തവണത്തെ ഉയർന്ന പോളിംഗ് നിർണായക സൂചനയായാലും അത് ആരെ അനുകൂലിക്കുമെന്നത് ഫലം വന്നതിനു ശേഷം മാത്രമേ വ്യക്തമായി തീരുകയുള്ളൂ.